തോട്ടം തൊഴിലാളികളിൽ നിന്ന് അവരുടെ ശമ്പളത്തിന്റെ ഒരു ദിവസത്തെ വേതനം പിരിച്ചാണ് അദ്ദേഹത്തെ ജയിപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് ഫണ്ടായിട്ട് ഉപയോഗിച്ചത്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഇടുന്ന ഷർട്ടിനും മുണ്ടിനും ഈ തോട്ടം തൊഴിലാളികളുടെ വേർപ്പിന്റെ പണം ഉണ്ടാവും. തൊഴിലാളി വർഗത്തെ വഞ്ചിച്ച ആളുകളെ മണ്ഡലത്തിലെ വോട്ടർമാർ, പ്രത്യേകിച്ച് തോട്ടം തൊഴിലാളികൾ തിരിച്ചറിയും. അതുകൊണ്ട് കാര്യമായ ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിയില്ല. BJPക്ക് കുറച്ച് വോട്ടുണ്ട്. നീണ്ട പ്രചരണ രംഗത്തായിരുന്നു LDFിന്റെ നേതാക്കളെല്ലാം തന്നെ. എങ്ങനെയുണ്ട് ഇപ്പോൾ മണ്ഡലം? നല്ല വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി മണ്ഡലത്തിൽ LDFിന്റെ സ്ഥാനാർത്ഥി വീണ്ടും ജയിച്ചു വരും. കഴിഞ്ഞ 10 വർഷക്കാലം LDFിന്റെ ഗവൺമെന്റ് ഈ മണ്ഡലത്തിൽ സർവ്വതോന്മുഖമായ വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇടവലക്കുടിയിലെ കരണ്ട് എത്തിച്ചതും അവിടേക്ക് റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതും മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ ശമ്പള പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞതും പാർപ്പിട പ്രശ്നത്തിന് പരിഹാരം കാണാൻ അതിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്നാറിൽ ഇപ്പോൾ മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മേൽപ്പാലവും ദേവികുളത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയും അടിമാലിയിലെ കാത്തലാവും അതുപോലെ മൂന്നാറിലെ പുതിയ പാലവും കോവിൽക്കടവിലെയും അതുപോലെ അമ്പടച്ചാലിലെയും പുതിയ പാലവും ആദിവാസി ഉന്നതികളിലേക്ക് അവിടുത്തെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് 1 കോടി രൂപ വീതം അനുവദിച്ച് അതിൻ്റെ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 35-നും 60-നും പ്രായമുള്ള വീട്ടമ്മമാർക്ക് 1000 രൂപ വീതം പെൻഷൻ കൊടുക്കുന്നതും ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 1000 രൂപയുടെ ധനസഹായവും 2000 രൂപ പെൻഷൻ LDFിന്റെ ഗവൺമെന്റ് വീണ്ടും വന്നാൽ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കും. ഇതെല്ലാം ജനങ്ങൾ അവരുടെ സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതെല്ലാം മറന്നുകൊണ്ട് ഒരു നിലപാട് മണ്ഡലത്തിലെ വോട്ടർമാർ സ്വീകരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. രാജയ്ക്ക് നല്ല ഉജ്ജ്വലമായ വിജയം ഉണ്ടാകും. ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യത്തെ സംബന്ധിച്ച് പ്രകടനപത്രികയിലെല്ലാം വളരെ വിശദമായി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ മണ്ഡലത്തിൽ വർഗവഞ്ചകരെല്ലാം തിരിച്ചറിയാൻ ഈ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് കഴിയും. അതുപോലെ തന്നെ വിദ്യാഭ്യാസവും പ്രവർത്തന അനുഭവമുള്ള രാജയ്ക്ക് അനുകൂലമായി വിധിയെഴുത്തായിരിക്കും നടന്നിരിക്കുന്നത്. രാജ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരും. ഈ നിലവിൽ NDA തോട്ടം മേഖലയിൽ വലിയൊരു വേരോട്ടത്തിന് ശ്രമിച്ചിട്ടുണ്ട്. അത് വെല്ലുവിളിയാവോ? ഒരു വെല്ലുവിളിയുമില്ല. കാരണം ഒരു പ്രസ്ഥാനത്തെ വഞ്ചിച്ച് NDAയുടെ സ്ഥാനാർത്ഥി 3 ടേം MLA ആയിരുന്നു, 1 ടേം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി. ആ 3 ടേമിൽ തോട്ടം തൊഴിലാളികളിൽ നിന്ന് അവരുടെ ശമ്പളത്തിൻ്റെ ഒരു ദിവസത്തെ വേതനം പിരിച്ചാണ് അദ്ദേഹത്തെ ജയിപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് ഫണ്ടായിട്ട് ഉപയോഗിച്ചത്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഇടുന്ന ഷർട്ടിനും മുണ്ടിനും ഈ തോട്ടം തൊഴിലാളികളുടെ വേർപ്പിൻ്റെ പണം ഉണ്ടാവും. അതുകൊണ്ട് ആ വർഗത്തെ വഞ്ചിച്ച ആളുകളെ, തൊഴിലാളി വർഗത്തെ വഞ്ചിച്ച ആളുകളെ മണ്ഡലത്തിലെ വോട്ടർമാർ, പ്രത്യേകിച്ച് തോട്ടം തൊഴിലാളികൾ തിരിച്ചറിയും. അതുകൊണ്ട് കാര്യമായ ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിയില്ല. BJPക്ക് കുറച്ച് വോട്ടുണ്ട്. അതൊഴിച്ചാൽ അതിനപ്പുറത്തേക്ക് മണ്ഡലത്തിൽ ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിയില്ല. അപ്പോൾ വലിയ വിജയ പ്രതീക്ഷയാണല്ലേ ഉള്ളത്? തീർച്ചയായും 100% മണ്ഡലം ജയിക്കും. ഏതായാലും ദേവികുളം മണ്ഡലത്തിൽ ഇത്തവണ മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ രാജ ജയിക്കും എന്ന് തന്നെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV ശശി വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.